7-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം ഒന്ന് വായിച്ചേ. 15-ഉം 16 അവിടെ മാതാപിതാക്കളുടെ കാര്യം പറയുന്നുണ്ട്, അത് വായിച്ചാൽ മതി. 16ആണോ? അപ്പനെയോ അമ്മയെയും നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. കണ്ടോ, അപ്പനെയും അമ്മയും നിന്ദിക്കുന്നവൻ. ഇങ്ങോട്ട് വായിക്കേ, അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുത്തില്ലേ ശാപം വരുമെന്ന്. മനസ്സിലായോ? മാതാപിതാക്കളെ അന്വേഷിക്കണമെന്ന്. അപ്പനെ അമ്മയും വൃദ്ധസദനത്തില അവര് ആരുമില്ല, അനാഥശാലയില്ല. അപ്പനും അമ്മയും എവിടെ പോവാ? ഞാൻ 5:30 കുർബാന. 5:30 കുർബാന. പിന്നെ അപ്പനും അമ്മ എവിടെ? അവര് വൃദ്ധസദനത്തിലുണ്ട്. അമ്മാമ്മ എവിടെ പോവാ? ഫാസ്റ്റിംഗ് പ്രയർ 21 days. അമ്മ എവിടെ? അമ്മ വൃദ്ധസദനത്തിലുണ്ട്. തള്ളേനെ ഇനി നോക്കാനൊന്നും. മനസ്സിലാകുന്നുണ്ടോ? ഫാസ്റ്റിംഗ് പ്രയർ. തിരുവല്ല എന്നൊരു പാസ്റ്റർ വരുന്നുണ്ട്, വിടുതലിൻ്റെ ശുശ്രൂഷ. അവൻ പടലിട്ട് വെട്ടിക്കുന്നതാണോ വിടുതല്? തള്ള അവിടെ കിടന്ന് തീ തിന്നുക. സ്ത്രീ തന്നെ അങ്ങോട്ട് പോകുന്നു, ഞാൻ മലയ്ക്ക് പോവുക. അപ്പനും അമ്മ എന്ത് ചെയ്യാ? അത് നോക്കിയിട്ടൊന്നും കെട്ടും കെട്ടി പോവുക. എന്തിനിങ്ങനെ പോകുന്നു? എവിടെ പോവാ? ഞാൻ മക്കയ്ക്കാ പോകുന്നത്. അപ്പനും അമ്മയോ? ക്രിസ്ത്യാനിയാന്നേലും അക്രൈസ്തവനാന്നേലും നിരീശ്വരവാദിയാന്നേലും പെന്തിക്കോസ് ആന്നേലും സമുദായക്കാരനാന്നേലും മുസ്ലിം സഹോദരനാന്നേലും ആരാന്നേലും മാതാപിതാക്കളെ അന്വേഷിച്ചോണം.